ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കയ്യിൽ ഒരുപാട് കോടികളുമായി നാളത്തെ ഒരുപാട് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. സാധാരണക്കാരെ സഹായിക്കാൻ പോലും മനസ്സില്ലാതെ സ്വാർത്ഥരായ മനുഷ്യർ. എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത്? ഒന്നും ശാശ്വതമല്ലെന്നുള്ള ഒരു തിരിച്ചറിവിൽ, അവർ വെറും പൂജ്യമാവുന്നുള്ളൊരു തിരിച്ചറിവിൽ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ ഒരു മനസ്സ് തോന്നിക്കൂടെ എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്, അല്ലെ ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്, ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്ന ഒരുപാട് സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കോടികളുമായി പോകുന്ന ഒരു കാറിൽ നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ പെട്ടെന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞെങ്കിൽ, അതുവഴി നടന്നു പോകുന്ന ഒരു സാധാരണപ്പെട്ട മനുഷ്യനാണ് കാണുന്നതെങ്കിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടാനും ഓടിക്കൂടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഉള്ളത് അവരായിരിക്കാം. അതാരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കറിയില്ല. അതാരായിരിക്കാം? അത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട്, അതാണ് ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ നമുക്കായി അവിടെ ഒരാളെ നിയോഗിക്കണമെങ്കിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ലൊരു മനുഷ്യനായി, ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളൊക്കെ ആയി ജീവിക്കുവാണെങ്കിൽ നമുക്ക് വലിയ തരക്കേടില്ല പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പലരുടെ അനുഭവങ്ങൾ പറഞ്ഞത് കേട്ട് വെച്ച് ഞാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ പറ്റുന്ന പോലെ ഒക്കെ ഈ കയ്യിൽ ഈ കാശുകൾ കെട്ടിപ്പിടിച്ചിരുന്ന് പാതി വഴിയിൽ ഒരു അറ്റാക്കോ ഒരു സ്ട്രോക്കോ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് വന്ന് നമ്മളെ കവർന്നെടുത്തുകൊണ്ട് പോകുന്ന മരണം ചുറ്റുമുണ്ട്. മറക്കണ്ട. പറ്റുമ്പോഴൊക്കെ മറ്റുള്ളവരെ സഹായിക്കുക, ഒരു സാധാരണക്കാരൻ്റെ തൊട്ടറിയുക. അതാണ് ജീവിതം. എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഇത് പറഞ്ഞു തരാൻ തോന്നുന്നത്, ഈ വീഡിയോ കാണുന്ന പലരും നല്ല മനുഷ്യരുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ട പല അവസ്ഥകളെ വിലയിരുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് സംസാരിക്കുന്നെന്ന് മാത്രം. ഒന്നും ശാശ്വതമല്ല എന്നുള്ള തിരിച്ചറിവിൽ വിട്ടുവീഴ്ചകൾക്ക് ഒരു മനോഭാവം ഉണ്ടായി നാളെ നല്ലൊരു ഭാവിയെ വാർത്തെടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുകയും ഒരു സാധാരണക്കാരൻ്റെ ഹൃദയം തൊട്ടറിയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു മനുഷ്യനാവുന്നത്. ശരിയല്ലേ? ഇനിയെങ്കിലും ചിന്തിച്ച്. സമയം കടന്നു പോയിട്ടില്ല. ബൈ.